എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാൻ വറ്റ മീൻ തേങ്ങാപ്പാലാണ് വെക്കുന്നത്. ഒരു തക്കാളി, ഒരു പകുതി സബോള, കുടംപുളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ഇനി നമുക്കത് കറി വയ്ക്കാം. അപ്പം നമ്മൾ തേങ്ങാപ്പാലിൽ വെക്കണ മീൻ കറിക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി, ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കുടംപുളി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് മുളകും പൊടി, 1 ടീസ്പൂൺ മുളകും പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി നമ്മൾ ഇത് നന്നായി യോജിപ്പിക്കാം. കൈ കൊണ്ട് കൂട്ടിത്തിരുമണമെങ്കിൽ കൈ കൊണ്ട് ഞാൻ കൈ കൊണ്ട് കൂട്ടിത്തിരുമാറുണ്ട്. ഇന്നിങ്ങനെ മതിയെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ നല്ലോണം യോജിപ്പിച്ചെടുക്കാം. അപ്പം നമ്മളിത് തേങ്ങാപ്പാലിലാണ് വെക്കണത്. വറ്റ അപ്പം നല്ല രുചിയുള്ള മീനാണ് വറ്റ, ഈ സമയത്ത് പ്രത്യേകിച്ചും. അപ്പോൾ നമ്മൾ ഇതൊക്കെ നല്ലോണം മിക്സ് ചെയ്തു. ഇനി നമ്മൾ ഒരു മുറി നാളികേരത്തിൻ്റെ, വലിയ നാളികേരത്തിൻ്റെ മുറിയാണ്, നാളികേരപ്പാൽ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ നാളികേരപ്പാൽ ഒഴിച്ച് കൊടുത്തു. അത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇപ്പം ഇനി നമുക്കിത് അടച്ച് വെച്ച് തിളയ്ക്കാൻ വയ്ക്കാം. അടച്ച് വെച്ചു. അപ്പം നമ്മളുടെ കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ കൈ വിടാതെ ഇത്തിരി നേരം ഇളക്കി കൊടുക്കണം. അപ്പം നാളികേരപ്പാലായതുകൊണ്ട് പെട്ടെന്ന് പിരിയും. ഇനി നമുക്ക് അതിലേക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. വറ്റമീനാണ്. നമ്മൾ വറ്റമീൻ കുടംപുളി ഇട്ട് വറ്റിച്ച് കഴിഞ്ഞാൽ നല്ല രുചിയാണ്. വെച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാലിൽ കുടംപുളി, തക്കാളി ഇട്ട് വയ്ക്കുക. മാങ്ങ ഇട്ട് വെച്ചാലും നല്ലതാണ്. ഞാൻ മാങ്ങ ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് മാങ്ങ പറിക്കാൻ പോയപ്പോൾ മാങ്ങ കിട്ടിയില്ല, മാങ്ങ കഴിഞ്ഞു. പിന്നെ കുടംപുളി നമ്മൾ ഒരു പൂള് മാങ്ങയും കുടംപുളിയും ഒരു തക്കാളിയും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കറിക്ക്. ഇത് വെന്ത് പറ്റും. നന്നായി തിളയ്ക്കുമ്പോൾ ഒരു 5 മിനിറ്റ് നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെറുതീയിലിടാം. മീനിട്ടിട്ട് കറി നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇതുപോലെ ഒരു 5 മിനിറ്റ് നല്ല വെട്ടി തിളയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ചെറുതീയിലിട്ട് വേവിക്കുമ്പോൾ പിന്നെ തേങ്ങാപ്പാൽ പിരിയില്ല. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് നേരം നമ്മൾ സിമ്മിലിട്ട് വേവിക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ കാച്ചിയെടുക്കാം. അപ്പം നല്ല തേങ്ങാപ്പാൽ വിട്ട് വെച്ച മീൻ കറി റെഡിയായി കിട്ടും. അങ്ങനെ നമ്മളുടെ മീൻ കറി, തേങ്ങാപ്പാലിൽ വെച്ച മീൻ കറി വെറ്റി വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉള്ളി കാച്ചി ഒഴിക്കാം. ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അങ്ങനെ മീൻ കറി ഒന്ന് ചുറ്റിച്ച് കൊടുത്തു. ഇനി നമുക്ക് ഉള്ളി താളിച്ചത് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ തേങ്ങാപ്പാൽ വെച്ച വറ്റ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ താളിച്ചൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി തീ ഓഫാക്കാം.
ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ല തിക്കായിട്ട് വരും. നമ്മൾ ഈ ലൂസിൽ എടുക്കണം, ചെറുതായി ലൂസിലെടുക്കണം. തേങ്ങാപ്പാലല്ലേ, അരച്ചതല്ലല്ലോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് വരും. ഇതിപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ.